സോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്ക് ഈ ഒരു ഷുഗർ, BP, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലെന്നുള്ളത്? അതൊക്കെ നമ്മുടെ ഭക്ഷണശൈലിയാണ് പ്രധാനമായിട്ടുള്ള റീസൺ. ആ ഒരു തെറ്റ് തന്നെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. സോ ഈ ഒരു ഇടയ്ക്ക് ഒരു 15 വയസ്സുള്ള ഒരു കുട്ടീനെ കൊണ്ട് ജനറൽ ചെക്കപ്പിന് വേണ്ടി അമ്മ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടി നല്ല ഒബീസാണ്, അല്ലെങ്കിൽ നല്ല ഓവർ വെയ്റ്റ് ആണ്, നല്ല തടിയുണ്ട്. സോ അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവൻ്റെ ആ ഒരു കൊളസ്ട്രോൾ ലെവലൊക്കെ കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ HbA1cയും ചെറിയൊരു വേരിയേഷൻ ഉണ്ടായി. സോ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എന്തുകൊണ്ടാണ് അവൻ ആ ഒരു മെറ്റബോളിക് സിൻഡ്രോം സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള റീസൺ അവൻ്റെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഈ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സഡനായിട്ടല്ല, അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ടുണ്ടാകുന്നതല്ല. ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവൻ്റെ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒന്ന്, ചെറിയ പ്രായത്തിൽ തന്നെ ഫോർമുല മിൽക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അമ്മയുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അവർ കുഞ്ഞ് ഫുഡ് കഴിക്കാത്ത സമയത്തൊക്കെ കുറച്ച് ഷുഗർ കൂടുതൽ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു ഫുഡിനകത്തൊക്കെ. അതായത് കുഞ്ഞ് ഷുഗർ കഴിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഷുഗർ ഈ ഫുഡ് ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടെ വലുതായപ്പോഴത്തേക്ക് ജ്യൂസും ഇതൊക്കെ കൊടുക്കുന്ന സമയത്തും നല്ല രീതിയിൽ ജ്യൂസ് കൊടുക്കുന്നത് വലിയ തെറ്റൊന്നും ഇല്ല, പക്ഷേ അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ഷുഗർ മിക്സ് ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവന് നല്ല രീതിയിൽ ഷുഗർ കലക്കിയ ജ്യൂസ് കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ചും കൂടെ വലിയതായപ്പോഴത്തേക്ക് ചായ, അതേപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങി. രാവിലെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, അതേപോലെ തന്നെ വൈകുന്നേരം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, അതിൻ്റെ കൂടെ ചായ, അതേപോലെ തന്നെ ചോക്ലേറ്റ്സ്, പിന്നെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ കുറേ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അമ്മ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുട്ടിക്ക് എനർജി കിട്ടട്ടെ, കുട്ടി കളിക്കുന്നതല്ലേ, അപ്പം നല്ല എനർജി കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് കൊടുത്തതാണ്. സോ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചിന്താഗതി അങ്ങനെ ആയിരുന്നു. സോ പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ എണ്ണ പലഹാരം സ്റ്റാർട്ടായി. നല്ല രീതിയിൽ വറുത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ കുറച്ചും കൂടെ വലുതായപ്പോഴത്തേക്ക് ഇപ്പം ജങ്ക് ഫുഡ്സാണ് കഴിക്കുക. പിസ്സ, ബർഗർ, ഇതൊക്കെയാണ് നല്ല രീതിയിൽ കഴിക്കുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്പ്രൈറ്റും കോളയും അതേപോലെ തന്നെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രശ്നം, നമ്മുടെ ഈ ഒരു ഷുഗർ ക്രേവിങ്സ് പെട്ടെന്നൊന്നും സ്റ്റാർട്ടാവുന്നതല്ല. അതൊക്കെ ചെറിയ പ്രായത്തിലെ തന്നെ നമ്മളുടെ ആ ഒരു ഷുഗർ ഇങ്ങനെ ബിൽഡപ്പായിട്ട് വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ഇപ്പം ഈ ഒരു കുട്ടിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ ഒരു സ്റ്റേജിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വ്യായാമമൊന്നുമില്ല. രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം ട്യൂഷന് പോകുന്നു, പിന്നെ വന്നിരുന്ന് കുറച്ച് നേരം ഫോണിൽ കളിക്കും. വെളിയിൽ അത്രയും വലിയ ആക്റ്റീവായിട്ട് കളിക്കുകയോ അതൊന്നുമില്ല. സോ ഇവിടെ ഈ ഒരു കുട്ടിക്ക് അവന് ആവശ്യമുള്ളതിലും അധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവുകയും ആ ഒരു ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അതായത് നമ്മൾ കളിക്കാനും ഓടാനും ചാടാനും വർക്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ആ ഒരു എനർജിയാണ്. സോ അത് അധികമായാൽ ആ ഒരു ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലെ ലിവറിൽ പോയിട്ട് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതായത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. സോ അത് കഴിഞ്ഞിട്ടും നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ കൊഴുപ്പ് നല്ല രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങുന്നത്. സോ ഈ ഒരു ഫാറ്റ് അക്യുമുലേഷനാണ് കാലക്രമേണ കുറേ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അതായത് ഫാറ്റി ലിവറായിട്ടും കൊളസ്ട്രോൾ കൂടുകയും അതേപോലെ തന്നെ ഷുഗർ ഉണ്ടാക്കാനൊക്കെ സാധ്യത ഈ ഒരു ഫാറ്റിൻ്റെ അക്യുമുലേഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഷുഗർ അല്ലെങ്കിൽ BP ഒക്കെ കൂടുതലായിട്ട് കാണാം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇപ്പോഴൊന്നും തുടങ്ങുന്നതല്ല, ഇതിന് മുന്നേ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ നമ്മളുടെ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക.